ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നതിന് ആസൂത്രിതമായ ഗൂഢാലോചന നടന്നുവെന്ന് വെളിപ്പെടുത്തി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ്. ന്യൂയോർക്കിൽ നടന്ന ക്ലിന്റൺ ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന്റെ വാർഷിക യോഗത്തിലാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിന് പിന്നിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് മുഹമ്മദ് യൂനസ് വെളിപ്പെടുത്തിയത്. ബംഗ്ലാദേശിലെ പ്രതിഷേധത്തിന് പിന്നിൽ ആരാണെന്ന് ആർക്കും കണ്ടെത്താനാകില്ലെന്നാണ് തന്റെ പ്രസംഗത്തിനിടെ അദ്ദേഹം പറഞ്ഞത്. എന്നാൽ തന്റെ സഹായിയായ മഹ്ഫൂജ് അബ്ദുള്ള എന്നയാൾക്ക് ഹസീനയെ പുറത്താക്കുന്നതിൽ പങ്കുണ്ടെന്ന സൂചനയും അദ്ദേഹം നൽകി. ഈ പുറത്താക്കൽ സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്തതാണെന്നും യാദൃച്ഛികമായി സംഭവിച്ചതല്ലെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. മുൻ US പ്രസിഡന്റ് ബിൽ ക്ലിന്റണും നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനും ചേർന്ന് മുഹമ്മദ് യൂനുസിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. പരിപാടിക്കിടെ ബംഗ്ലാദേശി വിദ്യാർത്ഥികളെ നേതാക്കൾ ആദരിച്ചു. ബംഗ്ലാദേശിലെ പുതിയ പതിപ്പ് സൃഷ്ടിക്കുന്നത് അവരാണ്. അവർക്ക് വിജയാശംസകൾ നേരുന്നു. വിദ്യാർത്ഥികളെ ആദരിച്ചുകൊണ്ട് മുഹമ്മദ് യൂനസ് പറഞ്ഞു. സർക്കാർ സംവരണത്തെ ചൊല്ലിയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം രക്തച്ചൊരിച്ചിലിലേക്ക് നീങ്ങുകയും ഷെയ്ഖ് ഹസീനയുടെ വസതി പ്രക്ഷോഭകാരികൾ കയ്യേറുകയും ചെയ്തതോടെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെച്ച ഹസീന ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം പ്രാപിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ സാമ്പത്തിക വിദഗ്ധനും നൊബേൽ പുരസ്കാര ജേതാവുമായ മുഹമ്മദ് യൂനസിനെ രാജ്യത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിക്കുകയായിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടായതായി ആശങ്കയുയർന്നിരുന്നു. ബംഗ്ലാദേശിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വാഗ്ദാനം ചെയ്തു. US ബംഗ്ലാദേശ് ബന്ധം ജനാധിപത്യ മൂല്യങ്ങളിലും ജനങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധത്തിലും വേരൂന്നിയതാണ്, വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നതിന് ഒരു അദൃശ്യ കൈയുടെ പങ്കുണ്ടെന്ന് CNN ന്യൂസ് 18 നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. തൊഴിൽ സംവരണ നിയമം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് രക്തച്ചൊരിച്ചിലിലേക്ക് നീങ്ങിയ പ്രക്ഷോഭത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന സൂചനയുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. മുഹമ്മദ് യൂനസിനെ ലോകവേദിയിലേക്കുള്ള ഔദ്യോഗിക പരിചയപ്പെടുത്തലായിരുന്നു ക്ലിന്റൺ ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന്റെ വാർഷിക യോഗമെന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ CNN ന്യൂസ് 18നോട് പറഞ്ഞു. യൂനസും US-ഉമായുള്ള ബന്ധം നേരത്തെ തന്നെ അറിയപ്പെടുന്നതാണെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഒരിക്കലും വായ്പകൾ ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാധാരണക്കാരുടെ ജീവിതം മാറ്റിമറിക്കുന്നതിൽ ഭൂമിയിൽ യൂനുസിനെ പോലെ വളരെ കുറച്ചാളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്ന് പരിപാടിക്കിടെ ബിൽ ക്ലിന്റൺ പറഞ്ഞു. 1980 മുതൽ സുഹൃത്തുക്കളാണ് ക്ലിന്റണും യൂനുസും. അന്ന് ആർക്കൻസാസിന്റെ ഗവർണറായിരുന്നു ക്ലിന്റൺ. പരമ്പരാഗത ബാങ്കിംഗ് സേവനങ്ങൾ ലഭിക്കാത്ത ദരിദ്രരായ ബംഗ്ലാദേശി സ്ത്രീകളെ ചെറിയ വായ്പകൾ ലഭ്യമാക്കി വിജയകരമായി ശാക്തീകരിക്കുകയും ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കാനും നടത്തിയ ശ്രമങ്ങൾ വിവരിക്കാൻ മുഹമ്മദ് യൂനസിനെ ക്ലിന്റൺ അക്കാലത്ത് ക്ഷണിച്ചിരുന്നു. തന്റെ സാമൂഹിക സേവനങ്ങളുടെ തുടക്കകാലത്ത് തന്നിൽ വിശ്വാസമർപ്പിച്ചതിലും വിമർശനങ്ങൾ വകവയ്ക്കാതെ ഒരു ബംഗ്ലാദേശി സാമ്പത്തിക വിദഗ്ധന്റെ ആശയങ്ങൾ അമേരിക്കയിൽ പ്രോത്സാഹിപ്പിച്ചതിനും യൂനസ് ക്ലിന്റണോട് നന്ദി അറിയിച്ചു. തുറമുഖ പ്രശ്നത്തിൽ ഒരു രാജ്യവുമായി കരാറിലേർപ്പെടാൻ വിസമ്മതിച്ചതിന് ആ രാജ്യം തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നതായി ഒരു അഭിമുഖത്തിൽ ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയിരുന്നു. വ്യോമതാവളം നിർമ്മിക്കാൻ വാഗ്ദാനം ചെയ്ത് ഒരു വെള്ളക്കാരൻ തന്നെ സമീപിച്ചതായി ഹസീന നേരത്തെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. കിഴക്കൻ തിമോർ പോലെ ബംഗ്ലാദേശിൽ നിന്നും പുതിയ രാജ്യം വിഭജിക്കാനുള്ള ഗൂഢാലോചനകൾ ഇപ്പോഴും തുടരുകയാണെന്നും അവർ മുന്നറിയിപ്പ് നൽകി. വെള്ളക്കാരൻ തന്റെ വാഗ്ദാനങ്ങളുമായി മറ്റ് നിരവധി രാജ്യങ്ങളെ ലക്ഷ്യമിടുന്നുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു.